ഫിദ മക്കളെ, നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ ആ പറയപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 10 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഈ 10 ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചിട്ട് എക്സാമിന് പോയാൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. വളരെ ഈസി ആയിട്ട് കൂളായിട്ട് മാഗ്നറ്റിസം നിങ്ങൾ എന്താണ് സെറ്റ് ആക്കാൻ പോവാണ്. സോ ഇവിടെ നോക്കിക്കോ, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ് കുത്തു തന്നിട്ടുണ്ട്, അവിടെ നമ്മൾ പൂരിപ്പിച്ചു കൊടുക്കണം. നാച്ചുറൽ മാഗ്നറ്റിന്റെ ഉദാഹരണം തന്നിട്ടുണ്ട്, എന്താണ്? ലോഡ് സ്റ്റോൺ അല്ലെ, ലോഡ് സ്റ്റോൺ നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ് അല്ലെങ്കിൽ കൃത്രിമ കാന്തം, മനുഷ്യന്മാരുണ്ടാക്കുന്ന കാന്തത്തിന്റെ ഒരു ഉദാഹരണം കൊടുക്കാൻ പറഞ്ഞാൽ ഈസി ആയിട്ട് കൊടുത്തൂടെ? ഒരുപാട് എക്സാമ്പിൾസ് നമുക്കറിയാം. ബാർ മാഗ്നറ്റ്, യു മാഗ്നറ്റ് അല്ലെ, മാഗ്നറ്റിക് നീഡിൽ, അങ്ങനെ ഇഷ്ടം പോലെ നമുക്ക് പറയാൻ നമ്മുടെ കയ്യിലുണ്ട്. സോ ഏറ്റവും സിമ്പിൾ ആയതും ഏറ്റവും നമുക്ക് കിട്ടുന്നതുമായിട്ടുള്ള ഒരാളാണ് ബാർ മാഗ്നറ്റ്. മലയാളം മീഡിയം കുട്ടികളാണെങ്കിൽ എന്തെഴുതും? ബാർ കാന്തം എന്ന് എഴുതി കൊടുക്കും അല്ലെ. ബാർ കാന്തം സിമ്പിൾ അല്ലേ? ഇത്ര സിമ്പിൾ അല്ലേ ക്വസ്റ്റ്യൻസ്? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻസ്. റൈറ്റ് എനി 2 എക്സാമ്പിൾസ് ഫോർ മാഗ്നറ്റിക് മെറ്റീരിയൽ. കാന്തിക വസ്തുക്കൾക്ക് രണ്ട് ഉദാഹരണം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. വെറും 2 എഴുതിയാൽ മതി, 3 എഴുതരുത് കേട്ടോ. അപ്പൊ 2 എന്ന് പറയുമ്പോൾ കാന്തിക വസ്തുവാണ്. കാന്തിക വസ്തു എന്ന് പറഞ്ഞാൽ കാന്തം ഒട്ടിപ്പിടിക്കുന്ന, കാന്തത്തെ അട്രാക്ട് ചെയ്യുന്ന വസ്തുക്കളാണ്. ഇരുമ്പ് പറ്റൂലേ? സ്റ്റീല് പറ്റൂലേ? പോരെ, 2 അല്ലേ പറഞ്ഞിട്ടുള്ളൂ. സോ ഇരുമ്പ്, സ്റ്റീല്. ഇരുമ്പിന്റെ ഇംഗ്ലീഷ് അയൺ, സ്റ്റീലിന്റെ മലയാളം ഉരുക്ക്. ഓക്കെ, സെറ്റ്. റൈറ്റ് എനി 2 എക്സാമ്പിൾസ് ഫോർ നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽ. അകാന്തിക വസ്തുക്കൾക്ക് 2 ഉദാഹരണം എഴുതുക. കാന്തങ്ങളുമായിട്ട് അട്രാക്ട് ചെയ്യാത്ത വസ്തുക്കളെയാണ് നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽസ്. അതായത് ഒട്ടിപ്പിടിക്കാത്ത ആൾക്കാർ, ഒരു ആകർഷണം കാണിക്കാത്ത ആൾക്കാരാണ് നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽസ്. പേപ്പറിൽ കൊണ്ടുപോയിട്ട് കാന്തം വെച്ച് കഴിഞ്ഞാൽ പേപ്പറിൽ കാന്തം ഒട്ടിപ്പിടിക്കുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല, കാണൂല. കാരണം ഞങ്ങളുടെ സംഭവമേ ഇല്ല. പേപ്പർ, റബ്ബർ അല്ലെ, അങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് ഫിഗർ. ശരിയായ ചിത്രം തിരഞ്ഞെടുക്കുക. ഷുവർ ക്വസ്റ്റ്യൻ ആണ് മക്കളെ. ഇവിടെ നോക്കിക്കോ, ഏതാണ് ഇപ്പൊ ഇതിൽ ശരിയായിട്ടുള്ളത് നോക്കാം നമുക്ക്. നോക്കിക്കോടാ, ഇത് യു മാഗ്നറ്റ് ആണ് അല്ലെ. യു മാഗ്നറ്റ് ആണ്. നോർത്തും സൗത്തും തന്നിട്ടുണ്ട്. ഇതിൽ 2നും ഓരോരോ ആണികൾ വെച്ചിട്ടുണ്ട് അല്ലെ. ഓരോ അറ്റത്തും ഓരോ 2 വീതം ആണികൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു ആണി ഒരു കാന്തത്തിൽ ആകർഷിക്കണം എന്നെങ്കിൽ എപ്പോഴും ഓപ്പോസിറ്റ് ആൾക്കാരെ ആകർഷിക്കുള്ളൂ. ഒരാളെ ആകർഷിക്കണം എന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് ആൾക്കാർ മാത്രം. മനസ്സിലായല്ലോ? അങ്ങനെയാണെങ്കിൽ ഈ ആണി എന്ത് ചെയ്തിട്ടുണ്ട്, ഈ കാന്തത്തിൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് അവിടെ ഓപ്പോസിറ്റ് വരണ്ടേ. അപ്പൊ ഇത് നോർത്ത് ആണെങ്കിൽ ഇവിടെ സൗത്ത് ആയിരിക്കും ആണിന്റെ മറ്റേ എൻഡ്. അപ്പൊ ഓഫ് കോഴ്സ് എന്തായിരിക്കും, നോർത്ത് ആയിരിക്കും അല്ലെ. അപ്പം ഇത് സൗത്ത്, ആണി ഇവിടെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് നോർത്ത് സൗത്ത്, സെറ്റ് അല്ലേ. നോർത്ത് ആണി ഇവിടെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ ഇത് സൗത്ത് ആണ്. ഓപ്പോസിറ്റ് നോർത്ത് ആണ്. ഈ ആണി ഇവിടെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ ഇത് നോർത്ത് ആണ്, ഇത് സൗത്ത് ആണ്. ഓക്കെ, അപ്പം എല്ലാവരും എങ്ങോട്ട് നോക്കണം? ഈ ആണികളുടെ എൻഡിലോട്ട് അറ്റത്തോട്ട് മാത്രം നോക്കിക്കേ. അറ്റത്തോട്ട് നോക്കിക്കുമ്പോൾ ഇത് നോർത്തും സൗത്തും ഇങ്ങനെ നിൽക്കും. ഇല്ല, അവരെ അങ്ങോട്ട് അട്രാക്ട് ചെയ്ത് ഒട്ടിങ്ങോട്ട് പിടിക്കും അല്ലെ. അപ്പൊ ഇതല്ല ആൻസർ വരിക. സോ ഹിയർ വി ഹാവ് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഉത്തരം. ഓക്കെ, സെറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് എ ആൻഡ് ബി. എയും ബിയും എഴുതുക. ഇത് നമ്മുടെ ഭൂമിയാണ്. ഭൂമിൻ്റെ ഉള്ളിൽ വലിയൊരു മാഗ്നറ്റ് പോലെ കാണുന്നുണ്ട് അല്ലെ. ഇത് കണ്ടുപിടിച്ച ആളാണ് വില്യം ഗിൽബർട്ട്. നമ്മൾ പറഞ്ഞു പഠിച്ച കാര്യമാണ്. ക്വസ്റ്റ്യൻ ഇതാണ്, ഈ മാഗ്നറ്റ് ഇതിന് ഉള്ളിലുണ്ട് എന്ന് പറയുമ്പോൾ ഒരു മാഗ്നറ്റ് വെറുതെ ഉണ്ടാവോ? ഇല്ല, അതിനെന്തുണ്ടാകും? 2 അറ്റങ്ങൾ ഉണ്ടാകും. ആ 2 അറ്റങ്ങൾക്കും ഓരോ ധ്രുവങ്ങളുടെ പേരുണ്ട്. നോർത്ത് സൗത്ത് എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞു പഠിച്ചതല്ലേ. അങ്ങനെയാണെങ്കിൽ എ ഏത്, ബി ഏത്? എ നോർത്ത് ആണോ, ബി സൗത്ത് ആണോ എന്നൊക്കെയാണ് നമ്മോട് ചോദിച്ചിരിക്കുന്നത്. വളരെ സിമ്പിൾ ആണ്. നമ്മൾ ഇത് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഭൂമിയുടെ ദിശയിലേക്ക് നോക്കുക. ഭൂമിയുടെ വടക്കും തെക്കിലോട്ട് നോക്കിയാൽ മതി. സോ ഭൂമിയുടെ നോർത്ത് ഇവിടെയാണ്, ഭൂമിയുടെ സൗത്ത് ഇവിടെയാണ്. മാഗ്നറ്റ് എപ്പോഴും ഇങ്ങനെ വന്ന് നിൽക്കുക. എങ്ങനെയാണ് മാഗ്നറ്റ് എപ്പോഴും വന്ന് നിൽക്കുക? ഓപ്പോസിറ്റ് ആൾക്കാർ ആലോചിച്ചാൽ മതി. ഇവിടെ നോർത്ത് ആണെങ്കിൽ ഇവിടെ സൗത്ത് ആയിരിക്കും, ഇവിടെ സൗത്ത് ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും, നോർത്ത് ആയിരിക്കും. ഓക്കെ, അപ്പം എ എന്ന് പറയുന്നത് എന്താണ്? സൗത്ത് ആണ്. എസ് ആണ്. ഓക്കെ, മലയാളം മീഡിയം ഇംഗ്ലീഷ് മീഡിയം സീനാവണ്ട, എസ് ആണ്. ബി ഈസ് നോർത്ത്. സിമ്പിൾ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എയുടെയും ബിയുടെയും ധ്രുവതുക. എഗെയിൻ അങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണല്ലേ, പൊളാരിറ്റി എഴുതാൻ. ഇത് സിമ്പിൾ ഷുവർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ ഇങ്ങോട്ട് നോക്കിക്കോ, 2 മാഗ്നറ്റ് അല്ലേ കിടക്കുന്നത്? അതേ മാഗ്നറ്റിന്റെ ഭാഗമാണല്ലോ. യെസ്, ഇതൊരു മാഗ്നറ്റ് ആണ്.
മച്ചൻ മാഗ്നറ്റ്. ഇവർ രണ്ടുപേരും വെച്ചപ്പോ എന്താ അവർക്കിടയിൽ കുറെ വരകള്. യെസ്, ഈ വരകളാണ് നമ്മൾ എന്ത് പറയുന്നത്, മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് അല്ലെങ്കിൽ കാന്തിക ബലരേഖകൾ എന്ന് പറയുന്നത്. ഈ ബലരേഖകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത പഠിച്ച ആൾക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഈ ബലരേഖകൾ എപ്പോഴും നോർത്തിൽ നിന്ന് തുടങ്ങി സൗത്തിലാണ് അവസാനിക്കുക. സെറ്റാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഡയറക്ഷൻ നിങ്ങൾ നോക്കിയാൽ മതി. നോക്കിക്കോ, നോർത്തിൽ നിന്ന് തുടങ്ങിയിട്ടുണ്ട്, സൗത്തിലാണ് അവസാനിക്കുന്നത്. അപ്പോൾ എ എന്ന് പറയുന്നത് എന്താണ്, നോർത്ത് ആണ്. ബി എന്ന് പറയുന്നത് എന്താണ്, സൗത്ത് ആണ്. സെറ്റ് അല്ലേ, സെറ്റപ്പ് അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാ. രണ്ട് മാഗ്നറ്റ് ഉണ്ട്, അവർക്കിടയിൽ ഇതാ അതേപോലത്തെ കുറച്ച് വരകളുണ്ട്. ഈ വരകളാണ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് അല്ലെങ്കിൽ കാന്തിക ബലരേഖകൾ എന്നറിയപ്പെടും അല്ലെ. ഈ ബലരേഖകൾ ഇതാ നേരത്തെ അതേപോലെ തന്നെ ഡയറക്ഷൻ എപ്പോഴും നിങ്ങൾ നോക്കിയാൽ മതി. നോർത്തിൽ നിന്നാണ് തുടങ്ങുക. ഇത് എവിടുന്നാ തുടങ്ങിയിട്ടുള്ളത്, ഇതാ ഇവിടുന്നാണ് തുടങ്ങിയിട്ടുള്ളത് അല്ലെ. രണ്ടും ദാ ഇവിടുന്നാണ് തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ രണ്ടാളെന്താണ്, നോർത്താണ്. രണ്ടുപേരും എന്താണ്, നോർത്ത് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. സെറ്റാണല്ലോ, സെറ്റപ്പ് അല്ലേ? സോ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു ആക്സോ ബ്ലേഡിന് നമ്മൾ എന്ത് ചെയ്യണം, മാഗ്നറ്റുമായിട്ട് റബ്ബ് ചെയ്ത് മാഗ്നറ്റ് ആയിട്ട് മാറ്റും അല്ലെ. അറിയാലോ, ഈ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മാഗ്നറ്റൈസേഷൻ അല്ലെങ്കിൽ കാന്തവൽക്കരണം എന്ന് പറയും. അങ്ങനെ കാന്തവൽക്കരിച്ച ഈ ഒരു ആക്സോ ബ്ലേഡ് ഇപ്പോൾ കാന്തമാണ്. കാന്തമായാൽ അതിന് എന്ത് വേണം, നോർത്തും സൗത്തും വേണം. അങ്ങനെയാണെങ്കിൽ ദാ ഈ ഒരു ആക്സോ ബ്ലേഡിന്റെ ഈ ഭാഗങ്ങളൊക്കെ എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഈ കുഞ്ഞു കുഞ്ഞു ഭാഗങ്ങളൊക്കെ പറയാം ഏത് ഭാഗമാണ്, എ ബി എഴുതാനാണ് നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വിചാരിച്ചാൽ നമുക്കറിയാം, ഇത് നോർത്ത് പോൾ ആണെങ്കിൽ ഇതെന്തായിരിക്കും, ഓഫ് കോഴ്സ് ഇത് സൗത്ത് ആയിരിക്കും. ഇത് സൗത്ത് ആണ് തന്നിട്ടുണ്ടെങ്കിൽ ബി എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് എന്താണ്, നോർത്ത് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് നോർത്ത് ആണെങ്കിൽ ഈ പൊട്ട് സൗത്ത്. നെക്സ്റ്റ് ഇത് സൗത്ത് ആണെങ്കിൽ ഈ പൊട്ട് നോർത്ത് ആണ്. അല്ല, ഇത് നോർത്ത് ആണെങ്കിൽ ഈ അറ്റം എന്താണ്, സൗത്ത് ആണ്. ഇത് നോർത്ത് ആണെങ്കിൽ ഈ അറ്റം ഓഫ് കോഴ്സ് എന്താണ്, സൗത്ത് ആണ്. സിമ്പിൾ അല്ലേ? ഇതൊക്കെയാണ് നിങ്ങൾ എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. ഇത്ര സിമ്പിളായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ എങ്ങനെ എഴുതാതിരിക്കുക അല്ലേ? അത്രക്കും സിമ്പിളാ. വാട്ട് ഈസ് ദി അറേഞ്ച്മെന്റ് ഷോൺ, ചിത്രത്തിൽ തന്നിരിക്കുന്ന സംവിധാനം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്, ഇലക്ട്രോ മാഗ്നറ്റ് അല്ലെങ്കിൽ വൈദ്യുത കാന്തം. നമുക്കറിയാം എന്താണ് ഇലക്ട്രോ മാഗ്നറ്റ്. ഇലക്ട്രിസിറ്റി കൊടുക്കുമ്പോൾ ഇലക്ട്രിസിറ്റി വൈദ്യുതി കൊടുക്കുമ്പോൾ എന്താകും, അത് മാഗ്നറ്റ് ആയിട്ട് മാറും. ഇതിനെയാണ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റ് അല്ലെങ്കിൽ വൈദ്യുത കാന്തം എന്ന് പറയുന്നത് അല്ലേ. അപ്പം ഇവിടെ ഒരു സെല്ലുണ്ട്. സെല്ലിന് എന്ത് ചെയ്തിട്ടുണ്ട്, കോപ്പർ വയർ ഒരു ആണിയുമായിട്ട് ഇങ്ങനെ ചുറ്റി കൊടുത്തിട്ടുണ്ട്. മറ്റേ സെല്ലിന്റെ ഈ എൻഡുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ വൈദ്യുതി ഇതിലൂടെ ഇലക്ട്രിസിറ്റി ഇങ്ങനെ പോകുന്ന സമയത്ത് എന്ത് ചെയ്യും, ഒരു കാന്തമായിട്ട് മാറുകയാണ്. ഇവിടെ നമ്മൾ കുറച്ച് മൊട്ടുസൂചിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിലിങ്ങനെ ഒട്ടിപ്പിടിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ദിസ് ഈസ് ഇലക്ട്രോ മാഗ്നറ്റ് ആൻഡ് റൈറ്റ് ടു മെത്തേഡ്സ് ടു ഇൻക്രീസ് ദി സ്ട്രെങ്ത് ഓഫ് ദിസ് അറേഞ്ച്മെന്റ്. ഈ സംവിധാനത്തിന്റെ ശക്തി കൂട്ടാൻ 2 മാർഗങ്ങൾ എഴുതാൻ പറഞ്ഞാൽ അങ്ങോട്ട് തള്ളിക്കൊടുത്തു. അതിലൂടെയുള്ള കറണ്ട് കൂട്ടുക. എന്താണ്, ഈ ചുറ്റിവെച്ച ചുറ്റുകളുടെ എണ്ണം, കോയിൽസിന്റെ എണ്ണം കൂട്ടി കൊടുക്കുക. അല്ലെങ്കിൽ ഇതിന്റെ ഇതിന്റെ തടി, ഇതിന്റെ വണ്ണം കൂട്ടുക. അങ്ങനെ എന്ത് എഴുതിയാലും മാർക്കുക. ഓക്കെ, സെറ്റ് ആണല്ലോ, റെഡി? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് 2 ആൾക്കാരെ തന്നിട്ടുണ്ട്. സോഫ്റ്റ് അയൺ, പച്ചിരുമ്പും സ്റ്റീലും തന്നിട്ടുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുകയാണ്, സ്ഥിരകാന്തങ്ങൾ ഉണ്ടാക്കാൻ പെർമനന്റ് മാഗ്നറ്റ്സിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ആരെയാണ്? പെർമനന്റ് മാഗ്നറ്റ് ഉണ്ടാക്കാൻ നമ്മൾ ഉപയോഗിക്കുക, നിങ്ങൾ മനസ്സിലാക്കി വെച്ചോ, അത് സ്റ്റീലിനെയാണ്, ഉരുക്കിനെയാണ്. എന്നാൽ ടെമ്പററി മാഗ്നറ്റ്, താൽക്കാലിക കാന്തങ്ങൾ ഉണ്ടാക്കാൻ നമ്മൾ ഉപയോഗിക്കുക ആരെയായിരിക്കും? ഓഫ് കോഴ്സ് സോഫ്റ്റ് അയൺ, പച്ചിരുമ്പിനെയാണടാ, പച്ചിരുമ്പിനെ. ഇനി ഒരു കാര്യം കൂടെ നമ്മൾ അറിയണം, വശഖത അല്ലെങ്കിൽ സസെപ്റ്റിബിലിറ്റി കൂടുതൽ. എന്താ അത് പറഞ്ഞാല്, ഒരാൾക്ക് ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ, കാന്തിക വസ്തുവിന് പെട്ടെന്ന് കാന്തമായി മാറാനുള്ള ഒരു കഴിവ്, അതിനെയാണ് നമ്മൾ വശഖത എന്ന് പറയുന്നത്. അത് ഏറ്റവും കൂടിയത് ആർക്കാണ്? സോഫ്റ്റ് അയൺ ആണ്. സോഫ്റ്റ് അയൺ ഇരുമ്പിനാണ് കേട്ടോ. അതുകൊണ്ട് അവരെയാണ് നമ്മൾ ടെമ്പററി മാഗ്നറ്റ്, താൽക്കാലിക കാന്തങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുക. നെക്സ്റ്റ് ആരാണ്? റിറ്റൻറ്റിവിറ്റി കൂടിയത് ആരാണ്? അതാരാന്ന് നിങ്ങൾക്ക് പറയാലോ. അതാണ് റിറ്റൻറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ കിട്ടിയ ശക്തി നിലനിർത്താനുള്ള കഴിവാണ്. അതാർക്കാണ്? റിറ്റൻറ്റിവിറ്റിയാണ്. അതിനെയാണ് നമ്മൾ ആരുണ്ടാക്കാൻ ഉപയോഗിക്കുക? പെർമനന്റ് മാഗ്നറ്റ് അല്ലെങ്കിൽ നമ്മുടെ സ്ഥിരകാന്തങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ആരെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഇതിലുണ്ട് ആള്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ എക്സാം ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവില്ലേ ഫിസിക്സിൽ? ഏതെങ്കിലും ടോപ്പിക് ആയിട്ട് നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ കമൻറ്റ് ചെയ്ത് പറയടാ, നമ്മളത് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ, താങ്ക് യു so much.